ഉറപ്പാണ് ഇടതുപക്ഷം, ഉറപ്പാണ് ജനഹിതം, ഉറപ്പാണ് കേരളം, ഉറച്ചിതാ മുന്നോട്ട്. 15 കൊല്ലമായി പാർട്ടി ബ്രാഞ്ച് വർക്ക് ചെയ്തു. എൻ്റെ ബ്രാഞ്ച് ബാവോഡ് എ ബ്രാഞ്ചാണ്. ഡിഗ്രി പഠിക്കുമ്പോൾ തന്നെ SFIൻ്റെ പുറത്തായിട്ട് പോയി. ഞാൻ എൻ്റെ വൈകല്യം ആയിട്ട് എനിക്ക് യാതൊരു ഇതും ഉണ്ടായിട്ടില്ല. എല്ലാവിധ പ്രവർത്തനത്തിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പാർട്ടിയുടെ ഏത് പ്രക്ഷോഭ പരിപാടിക്കും എല്ലാത്തിനും പങ്കെടുക്കാറുണ്ട്. കോവിഡ് മഹാമാരി നമ്മളെ കാർന്നു നിന്നും 2 കൊല്ലം കോവിഡ് രോഗികൾക്കുള്ള ഭക്ഷണവും മരുന്നും എല്ലാ വീടുകളിലും എത്തിച്ചത്. രാവിലെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി വരെ ആശാവർക്കർമാർ വിളിക്കുമ്പോൾ തന്നെ അവർക്ക് ഏകദേശം എല്ലാ വീടും എനിക്കറിയാം. അപ്പോൾ ആ വീടുകളിലേക്ക് പോയിട്ട് അവർക്ക് ഭക്ഷണവും മരുന്നും എത്തിച്ചു കൊടുക്കുകയാണ്. ഏകദേശം 2 കൊല്ലം തന്നെ ശരിയായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പെരശ്ശേരി പഞ്ചായത്തിലെ 5-ാം വാർഡും ചെമ്പ്രോട് പഞ്ചായത്തിലെ 8-ാം വാർഡിലും 2 വാർഡിൻ്റെ കാര്യവും ഞാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ കല്യാണം കഴിച്ചതിന് എൻ്റെ 2 കുട്ടികളുണ്ട്, 2 ആളാണ്. ഒരാൾ വയറിങ്ങിൻ്റെ പണിയെടുക്കുന്നു, ഒരാൾ അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ പണിയെടുക്കുന്നു. കണ്ണൂർ നടന്ന പാർട്ടി സമ്മേളനത്തിന് സ്റ്റേഡിയത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ തട്ടിലാണ് ഞാൻ ആദ്യം പോയിരുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെയാണ് പോയി സീറ്റ് പിടിച്ച്. ആ 21 കൂട്ടരെല്ലാം 7 കുറേ സ്ഥലത്തു നിന്ന് വന്ന കൂട്ടർ. അപ്പോൾ എനിക്കൊന്നും കണ്ണൂർ എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഇതാവും. ഞാനോട് ചോദിച്ചു, നിങ്ങൾ കണ്ണൂർ തോന്നിയത്? ഞാൻ കണ്ണൂർ തോന്നിയതല്ലേ. അവർക്ക് ഭയങ്കര അവർ ഉള്ള ഭക്ഷണം ജയിച്ചു അവർക്ക് തന്ന്. ലാസ്റ്റ് എന്ത് ചെയ്ത് സമ്മേളനം കഴിഞ്ഞിട്ട് എല്ലാവരും പോയി കഴിഞ്ഞിട്ട് വനക്ക് അതിൻ്റെ മേലെ പോകാൻ കഴിഞ്ഞില്ല. രാത്രി 1 മണിക്ക് ഞാൻ സ്റ്റേഡിയത്തിനെടുക്കാൻ വന്നിട്ട് നമ്മളെ നാട്ടിലുള്ള ഒരു ഓട്ടോ കിട്ടിയിട്ടാണ് ഞാൻ നാട്ടിലെത്തിയത്. അത്രയാണ് പാർട്ടീൻ്റെ ആയിട്ടുള്ള കൂറ്. പാർട്ടീൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതല്ല, വൈകല്യ ഒരു വസ്തുവല്ല, പാർട്ടീൻ്റെ പരിപാടിക്ക് എല്ലാത്തിനും. ഇവിടെ കമ്മ്യൂണിസം ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഇനി ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം എല്ലാവിധ അധിനിവേശം കയറി വന്നുകൊണ്ടിരിക്കുമ്പോൾ കമ്മ്യൂണിസം ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് സാധാരണ ജനങ്ങൾക്ക് അവർക്ക് വേണ്ടുന്ന എല്ലാ പ്രവർത്തനവും നടത്തുന്ന കമ്മ്യൂണിസം തന്നെ. കമ്മ്യൂണിസം ഇല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയെന്ന് വെച്ചാൽ മുതലാളിത്തം പോയിക്കൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസത്തിലേക്ക് തന്നെ വരും. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ പ്രവർത്തനങ്ങളാണ് കംപ്ലീറ്റ് നടത്താൻ പറ്റുന്നത്. എന്ത് പ്രാദേശികമായിട്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആദ്യം സമീപിക്കുക ഒരു കമ്മ്യൂണിസ്റ്റുകാരന്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടും അത് പരിഹരിക്കാൻ ആദ്യം ബന്ധപ്പെടുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ. ആ കമ്മ്യൂണിസ്റ്റുകാരന് മാത്രമേ അത് പരിഹരിക്കാൻ കഴിയുമെന്ന് അവർക്കറിയാം. എല്ലാവിധ പ്രക്ഷോഭ പരിപാടികളും ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി ഡൽഹി പാർലമെൻറ്റ് മാർച്ച് 3 പ്രാവശ്യം പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ തിരുവനന്തപുരം സെക്രട്ടറിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ പോകാൻ സ്ഥലമൊന്നുമില്ല. എല്ലാ പ്രക്ഷോഭത്തിലും എനിക്ക് ഇത് ഇങ്ങനെ വൈകല്യം ഉണ്ടെന്നുള്ള ഒരു ഇതും എനിക്ക് പ്രശ്നമില്ല. പാർട്ടി എന്ത് പറയുന്നു ആ പാർട്ടീൻ്റെ കീഴിലേക്ക് പോകും. ഇപ്പോഴത്തെ തലമുറക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അവസ്ഥ ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ തലമുറക്ക് അറിയില്ല ഇതെങ്ങനെയാണ് ഈ കേരളമായി മാറിയത്, നമ്മളെ എങ്ങനെയാണ് അത് ജീവിച്ചിരുന്നത്. പല പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം ഒന്ന് തരണം ചെയ്ത് നമ്മളിപ്പോൾ നമ്മളായത് എങ്ങനെയാണ് വലിയ സമൂഹത്തിന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം അവർക്കതറിയില്ല. അവരെ അച്ഛനും അമ്മയും ഇങ്ങനെ സുഖസൗകര്യമായിട്ട് ജീവിക്കുമ്പോൾ അവരാദ്യം എങ്ങനെയായിരുന്നു എന്ന് അവർക്ക് പറയാൻ കഴിയുന്നില്ല. അപ്പോൾ അത് നമ്മൾ കുട്ടികളെ എന്ന് വെച്ചാൽ അവരെ പല പുസ്തകങ്ങളും വായിച്ചിട്ടും അവരെ പല നാടകങ്ങളും മറ്റുള്ള ഇത് കളിച്ചിട്ടും ഇതുമായിട്ട് അവരെ അതിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഈ കേരളത്തെ ആക്കി മാറ്റിയത് കമ്മ്യൂണിസമാണ്. കമ്മ്യൂണിസം ഇല്ലെങ്കിൽ ഈ നിലയിലേക്ക് വരില്ല. മാരിയിൽ വിരൽ തൊടാത്ത വ്യാധിയിൽ കരം പിടിച്ചു മുന്നിൽ നിന്നു കാത്ത നായകർ.